ലോകം കൊറോണ വൈറസ് എന്ന മഹാമാരിയുടെ ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകുന്നതിന് മുൻപേ മറ്റൊരു വൈറസ് കൂടി ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ്. ഹന്ത വൈറസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്ക പടരുന്നത് സ്വാഭാവികമാണ്. സമീപകാലത്ത് ഏകദേശം 12ഓളം രാജ്യങ്ങളിൽ ഈ വൈറസിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ആഡംബര ക്രൂയിസ് കപ്പലിൽ വൈറസ് ബാധയെ തുടർന്ന് മരണങ്ങൾ സംഭവിച്ചതും ഈ ഭീതിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇതൊരു പുതിയ വൈറസ് ആണോ എന്നും കോവിഡിനെ പോലെ ലോകത്തെ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് തള്ളിവിടാൻ ഇതിന് ശേഷിയുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ശാസ്ത്രീയ വിശദീകരണം ആവശ്യമാണ്. കേവലം ഭീതിയല്ല, മറിച്ച് അറിവാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പടച്ചട്ടയായി മാറേണ്ടത്. സമീപ ദിവസങ്ങളിൽ ലോകശ്രദ്ധയാകർഷിച്ച ഏറ്റവും ഗൗരവമേറിയ വാർത്ത അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിരുന്ന MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിലെ വൈറസ് ബാധയാണ്. അർജന്റീനയിൽ നിന്ന് പക്ഷി നിരീക്ഷണ പരിവേഷണത്തിനായി പുറപ്പെട്ട ഒരു സംഘം യാത്രക്കാരാണ് ഈ ദുരന്തത്തിന് ഇരയായത്. ഏപ്രിൽ ആദ്യവാരം മുതൽ കപ്പലിലെ യാത്രക്കാർക്കിടയിൽ അസ്വാഭാവികമായ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ഏപ്രിൽ 11-ന് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും അതൊരു ഹന്ത വൈറസ് ബാധയാണെന്ന് അന്ന് ആരും സംശയിച്ചിരുന്നില്ല. എന്നാൽ തുടർ ദിവസങ്ങളിൽ ആദ്യമായി മരിച്ച വ്യക്തിയുടെ ഭാര്യയും കപ്പലിലുണ്ടായിരുന്ന ഒരു ജർമ്മൻ പൗരനും സമാനമായ സാഹചര്യത്തിൽ മരണപ്പെട്ടതോടെയാണ് ആരോഗ്യ വിദഗ്ധർ ജാഗ്രത പാലിച്ചു തുടങ്ങിയത്. പക്ഷി നിരീക്ഷണത്തിന് പോയവർ വനപ്രദേശങ്ങളിൽ വെച്ച് വൈറസ് ബാധയുള്ള എലികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടതാകാം ഈ രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിലവിൽ കേപ്പ് വെർദയ്ക്ക് സമീപം നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പൽ സ്പെയിനിന്റെ കാനറി ദ്വീപുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ കപ്പലിലെ ഓരോ നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നത്. ഇനി എന്താണ് ഹന്ത വൈറസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹന്ത വൈറസ് എന്നത് യഥാർത്ഥത്തിൽ ഒരു പുതിയ വൈറസ് അല്ല. ദശകങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എലികളിലൂടെയും മറ്റ് കരണ്ട് തീനി വർഗത്തിൽപ്പെട്ട ജീവികളിലൂടെയുമാണ് ഈ വൈറസ് പ്രധാനമായും മനുഷ്യരിലേക്ക് പടരുന്നത്. രോഗം ബാധിച്ച എലികളുടെ വിസർജ്യങ്ങൾ, മൂത്രം, ഉമിനീർ എന്നിവയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ അല്ലെങ്കിൽ ഇവ കലർന്ന പൊടിപടലങ്ങൾ ശ്വസിക്കുന്നതിലൂടെയോ ആണ് മനുഷ്യരിലേക്ക് വൈറസ് എത്തുന്നത്. വൈറസ് ബാധയേറ്റാൽ അത് പ്രധാനമായും രണ്ട് രീതിയിലാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നത്. ഒന്ന്, ശ്വാസകോശത്തെ ബാധിക്കുന്ന ഹന്ത വൈറസ് പൾമിനറി സിൻഡ്രോം അഥവാ HPS. രണ്ടാമത്തേത് വൃക്കകളെ ബാധിക്കുന്ന ഹെമറാജിക് ഫീവർ വിത്ത് റീനൽ സിൻഡ്രോം അതായത് HFRS. ശ്വാസകോശത്തെ ബാധിക്കുന്ന അവസ്ഥയിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും അത് പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നതാണ് ഈ വൈറസിനെ അപകടകാരിയാക്കുന്നത്. ഹന്ത വൈറസിന്റെ സാധാരണ ഇനങ്ങൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നവയല്ല. എന്നാൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ആൻഡീസ് വൈറസ് എന്നറിയപ്പെടുന്ന ഈ വൈറസ് വകഭേദം വളരെ അപൂർവമായി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. MV ഹോണ്ടിയസ് കപ്പലിലെ യാത്രക്കാർ അർജന്റീന സന്ദർശിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ബാധിച്ചിരിക്കുന്നത് ആൻഡീസ് വൈറസ് ആയിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. ഇതാണ് നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യ സംഘടനകളെ അല്പം കൂടി ജാഗരൂകരാക്കുന്നത്. സാധാരണ ഹന്ത വൈറസ് ബാധയിൽ ഒരു രോഗിയുമായി ഇടപഴകുന്നത് വഴി രോഗം പടരില്ലെങ്കിലും ആൻഡീസ് വകഭേദത്തിന്റെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. എങ്കിലും കോവിഡിനെ പോലെ വായുവിലൂടെ അതിവേഗം പടരുന്ന ഒരു പ്രവണത ഈ വൈറസിനില്ല എന്നത് ആശ്വാസകരമാണ്. ഇസ്രയേൽ, അമേരിക്ക, കാനഡ, ബ്രിട്ടൻ തുടങ്ങി 12ഓളം രാജ്യങ്ങളിൽ ഹന്ത വൈറസ് കണ്ടെത്തിയെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം നാം പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കയിലും കാനഡയിലുമൊക്കെ വർഷങ്ങളായി ഹന്ത വൈറസ് ബാധകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇത് പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ വർദ്ധിക്കുന്നതും വനനശീകരണവും ഇത്തരം വൈറസുകൾ മനുഷ്യരിലേക്ക് എത്താൻ കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും വൈറസ് വ്യാപനത്തിൽ പങ്കുവഹിക്കുന്നുണ്ടാകാം. എന്നാൽ ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളും കൃത്യമായ ശുചിത്വ പാലനവും വഴി നമുക്ക് ഇത്തരം ഭീഷണികളെ അതിജീവിക്കാൻ സാധിക്കും. വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ ഔദ്യോഗികമായ ആരോഗ്യ അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും പരിസര ശുചിത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ലോകം വീണ്ടും അടച്ചുപൂട്ടപ്പെടുമെന്ന ഭീതി എന്തായാലും വേണ്ട, മറിച്ച് ജാഗ്രതയോടെയും ശുചിത്വത്തോടെയും മുന്നോട്ട് പോകാം എന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. വലിയ വെല്ലുവിളി അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അഥവാ രോഗലക്ഷണങ്ങൾ പുറത്തു വരാനെടുക്കുന്ന ദീർഘമായ സമയമാണ്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 8 ആഴ്ചകൾ വരെ കഴിഞ്ഞായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാകുക. മിക്കവാറും 6 ആഴ്ചയാണ് ഇതിൻ്റെ ശരാശരി സമയം. പനി, പേശിവേദന, തളർച്ച, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ തുടക്കത്തിൽ കാണപ്പെടുമെങ്കിലും ഇത് പലപ്പോഴും സാധാരണ പനിയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. രോഗം മൂർച്ഛിക്കുമ്പോൾ മാത്രമാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. MV ഹോണ്ടിയസ് കപ്പലിലെ യാത്രക്കാരുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. യാത്ര കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് പലരിലും രോഗം കണ്ടു തുടങ്ങിയത്. ഇനിയും കൂടുതൽ യാത്രക്കാരിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി മുന്നറിയിപ്പ് നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്.
ഹന്ത വൈറസ് നിലവിൽ ഫലപ്രദമായ വാക്സിനുകളോ പ്രത്യേക ആന്റിവൈറൽ ചികിത്സകളോ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. വീടിനുള്ളിലും പരിസരങ്ങളിലും എലികളുടെ സാന്നിധ്യം ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന മുറികളിലോ കെട്ടിടങ്ങളിലോ വൃത്തിയാക്കാൻ കയറുമ്പോൾ മാസ്കും കയ്യുറകളും നിർബന്ധമായും ധരിക്കണം. എലികളുടെ വിസർജ്യങ്ങളോ മൂത്രമോ കലർന്ന പൊടി ശ്വസിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലീനിംഗ് ജോലികൾ ചെയ്യുമ്പോൾ വെള്ളം തളിച്ച് പൊടി ഉയരുന്നത് തടയുന്നത് വൈറസ് ശ്വാസകോശത്തിൽ എത്തുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. കൂടാതെ ഭക്ഷണം എലികൾ കടക്കാത്ത പാത്രങ്ങളിൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. നമ്മൾ ജീവിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ കാലത്താണ്. ഏത് ചെറിയ വാർത്തയും നിമിഷ നേരം കൊണ്ട് ആഗോളതലത്തിൽ ചർച്ചയാകാം. ഹന്ത വൈറസിന്റെ കാര്യത്തിൽ ജാഗ്രത അത്യാവശ്യമാണെങ്കിലും പരിഭ്രാന്തിയുടെ ഒരാവശ്യവുമില്ല. ഇതൊരു പകർച്ചവ്യാധിയായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നത് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ വർദ്ധിക്കുന്നതും വനനശീകരണവും ഇത്തരം വൈറസുകൾ മനുഷ്യരിലേക്ക് എത്താൻ കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും വൈറസ് വ്യാപനത്തിൽ പങ്കുവഹിക്കുന്നുണ്ടാകാം. എന്നാൽ ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളും കൃത്യമായ ശുചിത്വ പാലനവും വഴി നമുക്ക് ഇത്തരം ഭീഷണികളെ അതിജീവിക്കാൻ സാധിക്കും. വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ ഔദ്യോഗികമായ ആരോഗ്യ അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും പരിസര ശുചിത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ലോകം വീണ്ടും അടച്ചുപൂട്ടപ്പെടുമെന്ന ഭീതി എന്തായാലും വേണ്ട. മറിച്ച് ജാഗ്രതയോടെയും ശുചിത്വത്തോടെയും മുന്നോട്ട് പോകാം എന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.